ഉത്തർപ്രദേശിലെ വാരാണസി മണ്ഡലം ാണ് ഗുജറാത്തുകാരനായിട്ടും ഗുജറാത്തിൽ നിന്ന് മത്സരിക്കാതെ തൊട്ടടുത്തുള്ള വേറെ സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നു. ഗുജറാത്തിലെ എല്ലാ മണ്ഡലങ്ങളും ബിജെപിയുടെ കയ്യിൽ കാലങ്ങളായിട്ട് കിടക്കുകയാണ്, കുത്തകയാണ്. അദ്ദേഹം അവിടെ നിന്ന് 3 ടൈം മുഖ്യമന്ത്രിയായ ആളാണ്. അതിനിടയ്ക്കാണ് ലോക്സഭ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് മത്സരിക്കുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം സ്വന്തം തട്ടകത്തുനിന്ന് മത്സരിക്കാതെ മറ്റു സംസ്ഥാനത്തുനിന്ന് മത്സരിക്കുന്നു. ഈ വാരാണസി മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ വസ്തുത കണക്കിലെ കളി മാത്രമാണ്. സാങ്കേതികമായിട്ടാണ് ഈ കുത്തനെ ഇടിഞ്ഞു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? 2014 അദ്ദേഹത്തിന് വാരാണസി മണ്ഡലത്തിൽ ആകെ കിട്ടുന്ന വോട്ട് 5,81,022 എന്നാൽ ഇത്തവണ കിട്ടിയ മൊത്തം വോട്ടുകൾ 6,12,970. അതായത് 2014 മത്സരിക്കുന്ന മോദി 3ാം വട്ടം 10 വർഷത്തിനിപ്പുറം അവിടെ മത്സരിക്കുമ്പോൾ ആദ്യ കന്നി അംഗത്തിൽ അദ്ദേഹത്തിന് അവിടെ കിട്ടിയതിനേക്കാൾ 31,000-ഓളം വോട്ട് കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഈ ഭൂരിപക്ഷത്തിലെ കളി എന്ന് പറയുന്നത് വേറെ സംഭവമാണ്. ഇപ്പൊ 2014 അവിടെ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് അന്ന് ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളാണ് 2ാം സ്ഥാനത്തെത്തുന്നത്. ആം ആദ്മി പാർട്ടി ശക്തമായ സ്ഥാനാർത്ഥിയോടെ നിർത്തി. ആം ആദ്മി പാർട്ടിക്ക് അന്ന് കിട്ടുന്നത് 2,09,000 വോട്ട് കെജ്രിവാൾ പിടിക്കുന്നു. അത്തവണ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സമാജ്വാദി പാർട്ടിയൊക്കെ വേറിട്ടാണ് മത്സരിക്കുന്നത്. അങ്ങനെ അന്ന് കോൺഗ്രസിന് കിട്ടുന്ന വോട്ട് 75,000 വോട്ടാണ്. 45,000 വോട്ട് അന്ന് സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നു. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം 3,29,000 ആയി. 2.5 ലക്ഷത്തിനടുത്ത് മാത്രമാണ് അന്ന് മോദിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അതിപ്പോ 1,52,000 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ മൊത്തം വോട്ടുകൾ അന്ന് കിട്ടിയതിനേക്കാൾ 5,81,022 വോട്ട് 2014 കിട്ടിയ മോദിക്ക് 10 വർഷത്തിനിപ്പുറം 6,12,970 വർദ്ധിച്ചിട്ടുണ്ട്. ഇനി 2019 തെരഞ്ഞെടുപ്പ് വിജയം നോക്കുക. അന്ന് മോദിക്ക് 6,74,664 വോട്ട് കിട്ടി. അന്ന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഇവരെല്ലാം വേറിട്ടാണ് മത്സരിക്കുന്നത്. സമാജ്വാദി പാർട്ടിക്ക് ആണെന്ന് 2ാം സ്ഥാനത്തെത്തുന്നത്. അന്ന് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി 1,95,000 ഏകദേശം 2 ലക്ഷത്തിനടുത്ത് വോട്ടോടെ പിടിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പൊ മത്സരിച്ചിട്ടുള്ള അജയ് റായ് കോൺഗ്രസിന്റെ ഇപ്പൊ അവിടെ 2ാം സ്ഥാനത്തെത്തിയ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിയെ പിന്നിലാക്കി എന്ന് പറയുന്നത്. അങ്ങനെ വോട്ടെണ്ണലിന്റെ പല ഘട്ടങ്ങളിലും ലീഡ് മാറി മറിഞ്ഞൊക്കെ വരും. അന്തിമ വിജയി ആരും എന്നുള്ളത് നോക്കേണ്ടത്. ഞാൻ നരേന്ദ്രമോദി മോദിയെ ഗ്ലോറിഫൈ ചെയ്യുന്നല്ല. അത് അവർ പ്രതീക്ഷിച്ച ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു. അവരുടെ ഓവർ എസ്റ്റിമേഷൻ ഉണ്ടായിരുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ജയിക്കാന്നുള്ള തോന്നലുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വേറെ കാര്യം. പക്ഷേ അജയ് റായി ആ തെരഞ്ഞെടുപ്പിൽ 1,52,000 വോട്ട് കിട്ടി. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 3,47,000 വോട്ട് രണ്ടു കൂട്ടർ കൂടിയുണ്ട്. ആലോചിച്ച് നോക്കണം. അപ്പം ഇത് അന്ന് ഭിന്നിച്ചു ഭരിച്ചു. ആം ആദ്മി വേറെ വഴിക്ക്, മറ്റൊരു വേറെ വഴിക്ക്, മറിച്ചൊരു വേറെ വഴിക്ക്, കോൺഗ്രസ് വേറെ വഴിക്ക്, സമാജ്വാദി പാർട്ടി വേറെ വഴിക്ക്. ഇത്തവണ എല്ലാം ഉള്ളും ഒരിക്കും മൂർഖനും ഒരുമിച്ചാണ് മത്സരിച്ചത്. അങ്ങനെ ഇവരുടെ വോട്ടുകളെല്ലാം ഒരുമിച്ച് ഏകീകരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തവണ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത്തവണ അജയ് റായിയുടെ 4ാമത്തെ മത്സരമാണ്. അദ്ദേഹം 4,60,457 വോട്ട് പിടിച്ചു എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട വേറെ കാര്യമുണ്ട്. ഈ സഹതാപം എന്ന് പറയുന്ന സാധനം എല്ലാ കാലത്തും ഉണ്ടാവും. ഇപ്പോൾ രാജഗോപാൽ കാലങ്ങളായി മത്സരിച്ച് പരാജയപ്പെട്ട് അങ്ങനെ വന്നപ്പോൾ രാജഗോപാലിനോട് സഹതാപം ഉണ്ടായിരുന്നു. നിയമത്ത് 2016 നിരന്തരമായി മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന ആള്, പല സമയത്തും 2ാം വട്ടം എത്തുന്ന ആള്. അങ്ങനെ അദ്ദേഹം 2016 അനുകൂലമായിരുന്ന അരങ്ങുണ്ടായി. അജയ് റായി 2009 അവിടെ ഒന്ന് മത്സരിച്ച് പരാജയപ്പെടുന്നു. 2014 മത്സരിച്ച് 3ാം സ്ഥാനത്ത് പോകുന്നു. 2019 മത്സരിച്ച് 3ാം സ്ഥാനത്ത് പോകുന്നു. പക്ഷെ വിടുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. 4ാം വട്ടം അവിടെ നിന്ന് മത്സരിക്കുന്നു. അപ്പൊ ആളുകൾക്ക് സഹതാപം ഉണ്ടാവും. 4 വട്ടം തുടർച്ചയായിട്ട് നമ്മൾ തോപ്പിച്ച് 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്ത് 4ാം സ്ഥാനത്തൊക്കെ ഇരുത്തുന്ന ഒരാൾ എന്നുള്ള രീതിയിലുള്ള ഒരു സഹതാപം. അതിന്റെ ഭാഗമായിട്ട് 19,000 വോട്ട് കിട്ടിയിട്ടുള്ള കാര്യം സംശയമൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. നിരന്തരമായി മത്സരിച്ച് പരാജയപ്പെടുന്ന ഒരാളാണെന്ന് ഇത്തവണ ഇത് കൊടുത്തേക്കാം എന്ന് കരുതുന്ന ഒരവസ്ഥ. അതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള വോട്ടുണ്ട്. ഇപ്പൊ നമ്മളെ CR മഹേഷ് കരുനാഗപ്പള്ളിയിൽ പരാജയപ്പെട്ടു 2016. പിന്നെ അവിടെ കേന്ദ്രീകരിച്ച് അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ 2021 അത് വർക്കൌട്ടായി അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റി CR മഹേഷിന്. ഇവിടെ നേരെ അജയ് റായി ജയിച്ചിട്ടില്ല. അത് മാത്രമല്ല 1,52,000 വോട്ട് ഇവരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ടും മോദിക്ക് ഭൂരിപക്ഷം കിട്ടി എന്നുള്ളത് ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഒരാൾ തുടർച്ചയായിട്ട് മത്സരിക്കുന്നു, 3ാം വട്ടവും മത്സരിക്കുന്നു, 3 വട്ടവും MP ആയിട്ട് അയാളെ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഒഴിവാക്കും. തകർത്തടിയില്ലേ? ഏകദേശം 2 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം കിട്ടിയ രമ്യ ഹരിദാസ് തോറ്റുമില്ലേ? വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച പ്രതാപൻ തോറ്റുമില്ലേ? അല്ല, പ്രതാപനല്ല, ആ പ്രതാപന്റെ മണ്ഡലത്തില് കോൺഗ്രസ് 1ാം സ്ഥാനത്തുണ്ടായിരുന്നത് 3ാം സ്ഥാനത്തേക്ക് പോയില്ലേ? ഇതൊക്കെ സംഭവിക്കും രാഷ്ട്രീയത്തിൽ. അമേഠിയില് രാഹുൽ ഗാന്ധി 2019 തോറ്റുപോയില്ലേ? അപ്പൊ അങ്ങനെയുള്ള അട്ടിമറിയിലേക്ക് ഇത് പോയിട്ടില്ല. 1.5 ലക്ഷം ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യ.
കേരളത്തിലാകെ എത്ര സ്ഥാനാർത്ഥികൾക്ക് 1.5 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്? രാഹുൽ ഗാന്ധി, ഹൈബി ഈഡൻ, ഇ ടി മുഹമ്മദ് ബഷീർ, സമദാനി, കെ സുധാകരൻ, കെ സുധാകരൻ കിട്ടിയിട്ടില്ല. കെ സുധാകരനോ ഷാഫി പറമ്പിലിനോ ഒന്നും ആ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധി, ഹൈബി ഈഡൻ, പിന്നെ സമദാനി, പിന്നെ ഇ ടി മുഹമ്മദ് ബഷീർ, അങ്ങനെ 3-4 ആൾക്കാർക്ക് കിട്ടിയത്. പിന്നെ ഇവിടെ ഡീന് കിട്ടിയ സംശയമുണ്ട്. അല്ലാതെ കിട്ടിയിട്ടില്ല. പാലക്കാടില്ല. തൃശ്ശൂര് പിന്നെ BJP ആണ്. തൃശ്ശൂരും ആ ഭൂരിപക്ഷമില്ല. ആലത്തൂർ ആ ഭൂരിപക്ഷമില്ല. കോഴിക്കോട് 1.5ക്ക് വെളി പോയിട്ടില്ല. വടകരയിൽ 1.5ക്ക് വെളി പോയിട്ടില്ല. കണ്ണൂർ 1.5ക്ക് വെളി പോയിട്ടില്ല. കാസർഗോഡ് 1.5ക്ക് വെളി പോയിട്ടില്ല. ചാലക്കുടിയിൽ 1.5ക്ക് വെളി പോയിട്ടില്ല. എറണാകുളത്ത് പോയി. കോട്ടയത്ത് 1.5ക്ക് വെളി പോയിട്ടില്ല എന്നെ ഓർമ്മ. അങ്ങനെ ആലോചിച്ച് നോക്കുക. 1.5 ലക്ഷത്തിന് മേലുള്ള ഭൂരിപക്ഷം തന്നെ ചെറിയ കാര്യമൊന്നുമല്ല. അത് ഇവരെല്ലാരും കൂടി കൂടിയിട്ടാ. കേരളത്തിലിപ്പോ പിന്നെ BJPയും UDFും കൂടി ഒരുമിച്ച് മത്സരിച്ചു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? അല്ലെങ്കിൽ വേണ്ട, CPMഉം BJPയും കൂടി ഒരുമിച്ച് ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ഈ 19 മണ്ഡലങ്ങളിലും ജയിച്ച ഈ 18 മണ്ഡലങ്ങളിലും UDF പരാജയപ്പെടില്ലേ? അതേപോലെ തന്നെ അവിടെ പരസ്പര വൈരികളായി മത്സരിച്ച, നിയമസഭയിൽ പോലും വേറിട്ട് മത്സരിച്ച ആളുകൾ ഒരുമിച്ചാണ് മത്സരിച്ചത്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും പരസ്പരം കൈകൊടുത്ത് ഒരുമിച്ച് മത്സരിച്ചു. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, സമാജ്വാദി പാർട്ടിയുടെ ചില്ലറയൊന്നുമല്ല. 2,09,000 വോട്ട് 2014 അവിടെ നേടിയ മണ്ഡലമാണിത്. അന്ന് സമാജ്വാദി പാർട്ടി 2ാം സ്ഥാനത്ത്. 2019 അവിടെ SP 2ാം സ്ഥാനത്ത്. അങ്ങനെയൊക്കെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത് എത്തുമ്പോഴും 1,52,000 ഇദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ചുരുക്കി എന്ന് പറയുമ്പോൾ സാങ്കേതികമായി പറയാമെന്നല്ലാതെ, ഭൂരിപക്ഷം ചുരുക്കി എന്നല്ലാതെ പരസ്പരം പിന്നെ പല തട്ടുകളിലായിട്ട് മുമ്പ് അദ്ദേഹത്തിന് കിട്ടാതിരുന്ന വോട്ടുകൾ ഏകീകരിച്ചു. അപ്പൊ അവർക്ക് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും ഇദ്ദേഹത്തിന് കിട്ടിയ വോട്ടും തമ്മിലുള്ള ഡിഫറൻസിന് വലിയ വ്യത്യാസം വന്നു. അതുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം ഇടിഞ്ഞു എന്ന് പറയുന്നത്. ഇത് കണക്കൊന്നും പഠിക്കാതെ ഇലക്ഷന്റെ പിന്നെ ഡാറ്റാസ് ചെക്ക് ചെയ്യാതെ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ. ഓക്കെ എന്നാ, ശരി എന്നാ. പൃഥ്വിരാജ്, നിങ്ങൾ സുണാപ്പികളെയും മാക്രികളെയും തെറി വിളിക്കുന്ന നിർത്തുക. തെറിയല്ലാതെ നിന്നിട്ടാ വിളിക്കാൻ പറ്റിയവരെ. അവരാണ് തെറിവിളിയുടെ ഉസ്താദുമാർ. അവരുടെ ഞാൻ തെറി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ എന്നാ, ഇനി വരും. ഷാഫിയുടെ മനോഹരമായിട്ടുള്ള 1-2 പ്രസംഗങ്ങൾ എന്റെ ശ്രദ്ധപ്പെട്ടു. അത് ഞാൻ പിന്നെ ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാന്ന് കരുതി. നിങ്ങളെ ശ്രദ്ധപ്പെട്ടിട്ടില്ലെങ്കിൽ കേൾക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഷാഫി എങ്ങനെയാണ് വടകരയുടെ മനസ്സ് കയ്യിലെടുത്തത് എന്നുള്ളതിന്റെ തെളിവ് അത് മാത്രമാണ്. ശരി എന്നാ.